മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ മീൻകറി, മീൻ തലക്കറി എന്ന് വേണമെങ്കിൽ പറയാം. തിലോപ്പിയ കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിതിപ്പം നമ്മുടെ വാളംപുളിയില്ലേ, സാമ്പാർ പുളി കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചേക്കാണ്. കാരണം നല്ല രീതിയിൽ ക്ലീനാക്കി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ബ്ലാക്ക് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചെതമ്പലൊക്കെ നമുക്ക് അവിടുത്തെ ചേട്ടന്മാർ തന്നെ ക്ലീൻ ചെയ്ത് തന്നു. ഇതൊരു ചൈനീസ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. ഫ്രഷ് ലൈവായിട്ടുള്ള തിലോപ്പിയ ആയിരുന്നു. എൻ്റെ സ്ഥലം കൊച്ചിയാണ്. അവിടെ ഈ കമ്പോലയിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ടോ വന്നിട്ട് ഏറുമാടത്തിലൊക്കെ ഇരുന്ന് നമ്മുടെ ചേട്ടന്മാർ എന്താണ് ഇങ്ങനെ അപ്പം തന്നെ തിളപ്പിച്ച് പിടിച്ച് കഴിക്കണം. ആ ഒരു സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ ഗൈസ്, കൊള്ളാലേ, നല്ല ജിമിട്ടൻ തിലോപ്പിയ. എന്തായാലും നമുക്ക് കാണാം. നോക്കുക ഗൈസ്, പുളിവെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ 10-15 മിനിറ്റ്. ഇപ്പം നമ്മൾ ഈ കളറിലെ മീനെ എങ്ങനെ നമ്മൾ വെളുപ്പിച്ച് ഒരു വെള്ള കളറിലാക്കി എടുക്കാമെന്നാണ് ഞാനിനി കാണിച്ചു തരാൻ പോകും. അപ്പോൾ നമ്മൾ പുളിവെള്ളത്തിൽ ഇട്ടത് കൊണ്ടിട്ട് നോക്കും എന്ത് ഈസി ആയിട്ടായിരിക്കും പോണത്. അപ്പം നമ്മുടെ തിലോപ്പിയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കടുകും ഉലുവയൊന്നും പൊട്ടിക്കുന്നില്ല. ഇതൊരു ഈസി കറിയാണ്. അപ്പം ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, കാരണം മീന് നല്ല നെയ്യുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ആവശ്യത്തിനുള്ള എണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് ഒരു സവാള, പിന്നെ 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് ഇടാം. സവാള ഒന്ന് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ഞാൻ കുറച്ച് വേപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്ന പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു അര സ്പൂൺ മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച്, നിങ്ങൾക്ക് പാകത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിടാം കേട്ടോ. ഇനി ഞാനിതെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. മുരിയണ വരെ ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ മുരിഞ്ഞ് ഇങ്ങനെ ചട്ടിയുടെ അടിയിൽ നിന്ന് വേണ്ട വിട്ട് വരുന്ന, ചട്ടിയടി പിടിക്കില്ല, ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകമാകുമ്പോഴേക്കും നമുക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ടൊമാറ്റോയും മസാലയും കൂടി ഒന്ന് ഇങ്ങനെ ഇച്ചിരി പേസ്റ്റ് പോലെ ആയിട്ട്, ടൊമാറ്റോ ഒന്ന് കുറച്ച് ഉടച്ച് വയ്ക്കാം. കംപ്ലീറ്റ് അല്ല, ഒന്ന് കുറച്ച് ഉടച്ച് കൊടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റേജിൽ പുളി വേണ്ടവർക്ക് പുളിവെള്ളം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തിരി വിനാഗിരി ഒഴിക്കുന്നവർക്ക് വിനാഗിരി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല, കാരണം ഇത് ഞങ്ങളുടെ കുമ്പളൻകാരുടെ സ്വന്തം മീൻകറിയാണ്. അതായത് മീൻ തിളപ്പിക്കൽ, തിലോപ്പി തിളപ്പിക്കൽ. അപ്പോൾ എൻ്റെ വീട്ടിൽ തിളപ്പിക്കുന്ന സമയത്ത് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. വേണ്ടവർ പുളി യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു മസാലയുടെ. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്രേവിയുടെ ആ തിക്ക് ഇത് പോകും, കൺസിസ്റ്റൻസി പോകും. പിന്നെ ഒരു വെള്ളം പോലത്തെ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇത് നന്നായിട്ട് തിളക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൂന്ന് തലയിട്ടപ്പോൾ തന്നെ നമ്മുടെ മീൻ ചട്ടി ഫുള്ളായി, കറിച്ചട്ടി ഫുള്ളായി. ഞാനിതിലേക്ക് നമ്മുടെ എല്ലായിടത്തും ആവാൻ വേണ്ടി കുറച്ച് ചാറൊക്കെ ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഗ്രേവിയൊക്കെ. നമുക്ക് എന്നിട്ട് അടച്ച് വയ്ക്കാം. ഇതിവിടെ ഇരുന്ന് പതിയെ നേരെ തീരിരുന്ന് വേകട്ടെ. വെള്ളം അധികം ഒഴിക്കരുത്, ഈ വെള്ളം മതി, വന്നാലേ നല്ല ഗ്രേവി ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, ബാക്കി ഉണ്ടായിരുന്ന മീൻ നമുക്ക് വറുക്കാം. ഇത്രേ വറുക്കുന്നുള്ളൂ. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. വലിയ പീസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പീസ് നോക്കി വറുത്തിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ മീൻകറി, മീൻ തലക്കറി എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ്, നമ്മുടെ ചോറ്, മീൻകറി, മീൻ വറുത്തത്, ചീരത്തോരൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അച്ചാറ് കാന്താരി, നെല്ലിക്കയും ചമ്മന്തിയാണ്. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം. ആദ്യം നമുക്ക് കുറച്ച് ചോറ് വിളമ്പാം. ഇത് ചീരയും മുട്ടയും തേങ്ങയും കൂടി ഇട്ട തോരനാണ്. പിന്നെ ഒരു മീൻ വറുത്തത്,
പിന്നെ നമ്മുടെ കാന്താരി നെല്ലിക്ക ചമ്മന്തി. ഇത് നമ്മുടെ റോയൽ കേരളയിലെ നല്ല കിടിലൻ ചമ്മന്തിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള തലക്കറി ഞാൻ ഒരു പ്ലേറ്റിലോട്ടാണ് എടുക്കുന്നത്. കാരണം അത് ഇതിൻ്റെ പുറത്തിട്ട് മുള്ളൊക്കെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാനാണ് ഇഷ്ടം. കുറച്ച് ചാറും അതിൻ്റെ മസാലയൊക്കെ കൂടി ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ ഡിന്നർ. അടുത്ത വ്ളോഗ് കാണുന്നവരെ ഗുഡ് ബൈ.